ഞാൻ വീണ്ടും വന്ന് ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ട് ഇറ്റ്സ് മീ മെറീന ജോബി അഗൈൻ വെൽക്കം ബാക്ക് ടു സോർ ആൻഡ് സ്പൈസി. സോർ ആൻഡ് സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ വന്നിരിക്കുന്ന ഒരു ലെഫ്റ്റ് ഓവർ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ ബാലൻസ് ഉണ്ടാവുന്ന ചപ്പാത്തി സാധാരണ പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ കഴിക്കാറ്, അല്ലെങ്കിൽ മിക്കവാറും നശിപ്പിച്ച് കളയും. അപ്പം അങ്ങനെ നശിപ്പിച്ച് കളയാതെ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടി കഴിക്കാതെ നമുക്കത് വേറൊരു ഫോമിലോട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോ പിന്നെ 4 മണി പലഹാരമായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. വേറെ സൈഡ് ഡിഷുകളുടെ ഒന്നും ആവശ്യമില്ല, വേറെ കറികളൊന്നും ആവശ്യമില്ല. ഒരു കൊത്തു ചപ്പാത്തിയുടെ ഫോമിൽ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കുറച്ച് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിയൊക്കെ ബാക്കി വരുമ്പോൾ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതിനകത്ത് മുട്ട യൂസ് ചെയ്തിട്ടുണ്ട്. മുട്ടയൊക്കെ ആവശ്യത്തിന് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഓരോരുത്തർക്ക് മുട്ടയുടെ ടേസ്റ്റ് അനുസരിച്ച് മുട്ട കൂട്ടി കൊടുക്കാം, മുട്ട കുറച്ചും കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ കൊത്തു ചപ്പാത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 വലിയ ചപ്പാത്തി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ചതുരത്തിലാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൂഡിൽസ് പോലെ നമ്മൾ ചപ്പാത്തി നൂഡിൽസിന് ചെയ്ത പോലെ നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ 2 മീഡിയം സൈസ് സവോള ഞാൻ വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറിയത് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം, 1/2 ടീസ്പൂൺ മുളക് പൊടി വേണം. മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കുക കുറയ്ക്കുക ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല വേണം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും വേണം. പിന്നെ 2 ചെറിയ തക്കാളി ഞാനിവിടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുട്ടയാണ്. മുട്ട ഞാനിവിടെ ഒരു 4 എണ്ണം പൊട്ടിച്ച് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് കൊത്തു ചപ്പാത്തി റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇത് ബ്രൗൺ കളറൊന്നും ആയി വരണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയി വന്നാൽ മതി. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് ട്രാൻസ്പെറൻറ്റ് ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരണം. തക്കാളി ഭയങ്കരമായിട്ട് വെന്തുടഞ്ഞ് കുഴഞ്ഞൊന്നും പോകണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തോട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
നമുക്ക് പൊടികളിലൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊടികളിലൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് സൈഡാക്കാണ്. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എഗ്ഗ് ഒന്ന് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇതിനകത്തോട്ട് നമുക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ മുട്ട നന്നായിട്ട് ചുക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ നമുക്കിത് ഇതേപോലെ കിട്ടണം അവസാനം. അപ്പോൾ ഇത്രയും മതി നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. ഞാൻ ചപ്പാത്തി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചപ്പാത്തിയും മുട്ടയും തക്കാളിയും എല്ലാം കൂടി നല്ല മിക്സായി വരണം. മസാലയെല്ലാം നമ്മുടെ ചപ്പാത്തിയിൽ പിടിക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയും മുട്ടയും എല്ലാം കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കൂടെ കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ മുട്ടയുടെ മസാലയുടെ ഒക്കെ ടേസ്റ്റ് നമ്മുടെ ചപ്പാത്തിക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ബാലൻസ് ചപ്പാത്തി വരുമ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വെറുതെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.